ഇന്ന് UAE വിശേഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി UAE-യിൽ നിന്ന് പുറപ്പെട്ട നാലാമത് കപ്പൽ ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തെത്തി. കപ്പലിൽ 4750 ടൺ ഭക്ഷണവും 590 ടൺ താമസ സാമഗ്രികളുമാണ് ഉള്ളത്. ദുബായിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ മാൾ ഓഫ് ദ എമിറേറ്റ്സിന്റെ മുഖച്ഛായ മാറ്റാൻ വൻ വികസന പദ്ധതികളുമായി RTA. 2 വർഷം പിന്നിടുന്ന ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക കരാർ ശരിയായ ദിശയിൽ മുന്നേറുന്നതായി UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മർദി UAE-യിൽ ഇതാദ്യമായി അംഗീകൃത സ്വഭാവത്തിലുള്ള ലോട്ടറിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. UAE-യിലെ വാർത്തകളുടെ ഈ വിശദാംശങ്ങളെല്ലാമായി MCA നാസർ ചേരുന്നു. 10 മാസങ്ങളായിട്ട് ഗസയിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിൽ ആക്രമണം അതിൻ്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിച്ച ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിന് ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഈ പലസ്തീൻ സമൂഹം കടന്നു പോകുമ്പോൾ കേവലം കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയല്ല, മറിച്ച് പരമാവധി സഹായങ്ങൾ, സൗകര്യങ്ങൾ, സാന്ത്വനം ഈ ജനതയ്ക്ക് എത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് UAE ഉൾപ്പെടെയുള്ള അറബ് മേഖലയിലെ പല രാജ്യങ്ങളും. ഇപ്പോൾ UAE-യുടെ 4ാമത് കപ്പലാണ് ഇപ്പോൾ പുതുതായിട്ട് ഈജിപ്തിലെ അൽ ആരിഷിലേക്ക് പുറപ്പെട്ടു അവിടെ നങ്കൂരമിടുകയും ചെയ്തിരിക്കുന്നത്. ഫുജൈറയിൽ നിന്നായിരുന്നു ഈ കപ്പൽ പുറപ്പെട്ടത്. 5000-ലേറെ ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളുമൊക്കെയാണ് ഈ കപ്പലിൽ അയച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അൽ ആരിഷ് തുറമുഖത്ത് നിന്ന് ഇത് ഗസയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടി പുരോഗമിക്കുകയാണ്. പരമാവധി സ്വഭാവത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാന്ത്വനം എത്തിക്കുക, സഹായങ്ങൾ ലഭ്യമാക്കുക എന്ന നടപടിക്രമങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UAE പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗാലൻ നൈറ്റ് 3 എന്ന പേരിട്ട ഒരു ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും വിപുലീകരിച്ച തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം കൂടി UAE പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കുടിവെള്ള വിതരണത്തിനും അതോടൊപ്പം തന്നെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കുക, ചികിത്സ. ഒരു ഫീൽഡ് ആശുപത്രി ഇപ്പോൾ തന്നെ ഗസയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ ഈജിപ്തിൽ ഒരു ഫ്ലോട്ടിംഗ് ആശുപത്രി സ്വഭാവത്തിലുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് അർത്ഥത്തിലുള്ള സഹായങ്ങളും ഗസ നിവാസികൾക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം കൂടി UAE നൽകിയിരിക്കുകയാണ്. മറ്റ് UAE-യിലേക്ക് വരുമ്പോൾ മറ്റുള്ള പൊതുവായിട്ടുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദുബായ് മാൾ ഓഫ് ദ എമിറേറ്റ്സ് എന്നത് ദുബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ്. അവിടേക്കുള്ള കവാടവും പരിസര പ്രദേശങ്ങളുമൊക്കെ വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനം RTA കൈക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാജിദ് അൽ ഫുതൈം ഗ്രൂപ്പുമായിട്ട് ചേർന്ന് 165 മില്യൺ ദിർഹത്തിൻ്റെ വലിയൊരു കരാറിനും രൂപം നൽകിയിരിക്കുന്നു. ഈ ഒരു പദ്ധതി വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും മാൾ ഓഫ് ദ എമിറേറ്റ്സ് ഏരിയയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ്. അത്രയും വിപുലമായിട്ടുള്ള വിപുലീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക കരാർ രൂപം കൊണ്ടിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യക്കത് വലിയ തോതിൽ നേട്ടമായി മാറിയിട്ടുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല UAE-ക്കും കയറ്റിറക്കുമതി രംഗത്ത് വലിയ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഒരു വളർച്ച കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 16% ഈ കയറ്റിറക്കുമതി രംഗത്തുണ്ടായിരിക്കുന്ന വർധന. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലീകരിച്ച സ്വഭാവത്തിലേക്ക് ഇത് കൊണ്ടുപോകുമെന്നൊരു പ്രഖ്യാപനം കൂടിയാണ് UAE സാമ്പത്തിക മന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് UAE സാമ്പത്തിക മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള UAE സംഘം ചെന്നൈയിലെത്തുകയും സ്റ്റാലിൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരുമായും ഒക്കെ ചർച്ച നടത്തുകയും ചെയ്തത്. വ്യവസായ പ്രമുഖരും ചെറുകിട ഇടത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുമായൊക്കെയും ഈ ചർച്ചകൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി നിക്ഷേപം UAE-യിലേക്ക് ആകർഷിക്കുന്നതിൽ ആ സന്ദർശനം വിജയിച്ചു എന്നുകൂടിയാണ് UAE സാമ്പത്തിക മന്ത്രി വ്യക്തമാക്കുന്നത്. അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്ന നിലയ്ക്ക് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ UAE-യിലെത്തുകയും മുതൽ മുടക്കുകയും ചെയ്യും എന്നുകൂടി മന്ത്രി വ്യക്തത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള മറ്റ് എല്ലാ തലങ്ങളിലേക്കും ഈ ഒരു സഹകരണം വിപുലപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു UAE-യെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഈ ലോട്ടറിക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു അംഗീകാരം ഇന്ന് ഇതാദ്യമായിട്ട് UAE നൽകുകയാണ്. അംഗീകൃത സ്വഭാവത്തിലുള്ള ലോട്ടറി ലോട്ടറി നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമാണ് ഇത്തരമൊരു അനുമതി UAE-യിലെ ലൈസൻസിങ് അതോറിറ്റി നൽകിയിരിക്കുന്നത്. അതിൻ്റെ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് കൂടിയാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്.